സ്ഥലം വാഴമുട്ടം വേട്ടക്കുളം മേലായാണ്. എല്ലാ തവണയും തിരുവോണ നാളിൽ ഇവിടെ മഡ് ഫുട്ബോൾ എന്നുള്ളത് ഒരു മസ്റ്റ് ഐറ്റമാണ്. ചേട്ടാ, എത്ര വർഷമായിട്ട് നമ്മൾ മഡ് ഫുട്ബോളിൽ പോകുന്നുണ്ട്? മഡ് ബോൾ 10 വർഷമായിട്ട്, 40 വർഷമായിട്ട് യുവതാരയുടെ ഓണാഘോഷ പരിപാടി വളരെ ഗംഭീരമായി നടക്കുന്നു. ഏകദേശം 10 വർഷമായിട്ട് എല്ലാ ഓണത്തിനും ഇവിടെ ഫുട്ബോൾ മത്സരം നടക്കുന്നു. മത്സര രംഗത്തുള്ളത് 2 ടീമുകൾ, 7 പേർ വീതമുള്ള 2 ടീമുകളാണ് മത്സര രംഗത്തുള്ളത്. ഒന്ന് യുവരശ്മിയും മറ്റൊന്ന് യുവധാരയുമാണ്. എങ്ങനെയുണ്ട് മത്സരത്തെ, എങ്ങനെ വിലയിരുത്തുന്നു? ഇത് ചരിത്രമാണ്. ഈ മത്സരം ഒരു വലിയ ചരിത്രമായി മാറുകയാണ്. യുവധാര എന്നും വ്യത്യസ്തതകൾ മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ. ഇതാ വീണ്ടും ഗോളിലേക്കാണ് പോകുന്നത്. യുവതാരയുടെ മണ്ണിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു മത്സരമാണിത്. നിങ്ങൾ ഈ ഒരേ കളറുള്ള ഒരുപാട് പേരുണ്ട്, ഒരേ കളർ ഡ്രസ് ഇടുക. നിങ്ങൾ ഈ ഡ്രസ്സൊക്കെ എവിടെ സംഘടിപ്പിച്ചു? മലപ്പുറത്ത് നിന്ന് ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ ഞങ്ങൾ 46 പേരുണ്ട്. എല്ലാവരും കൂടെ പല തിരക്കിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ആഘോഷമാണ്, ഞങ്ങളുടെ നാടിന് ഒരു ആഘോഷമേ ഉള്ളൂ. ഞങ്ങളുടെ ഓണമാണ് ഞങ്ങളുടെ ആഘോഷം. അത് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ പ്രസിഡന്റേ, ഇത്തവണത്തെ ഓണം എങ്ങനെയുണ്ട്? ഇത്തവണത്തെ ഓണം വളരെ സ്പെഷ്യലാണ്. ഞങ്ങളുടെ 40ാമത് വാർഷികവും തിരുവോണ ആഘോഷമാണ്. അതിൻ്റെതായ പ്രത്യേകതയുമുണ്ട്. യുവതാരയുണ്ട്, യുവരശ്മിയുണ്ട്. നിങ്ങൾ ആരുടെ കൂടെയാണ്? യുവതാര. ഇതുവരെയുള്ള ഗോൾ കണ്ടിട്ട് എങ്ങനെയുണ്ട്? യുവരശ്മി ജയിക്കുമോ? 5 ഗോൾ അടിച്ചല്ലോ. അവരെ ജയിക്കാൻ സാധ്യതയുള്ള അവർ തന്നെയാണ്. കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് ഇത് വലിയൊരു ആഘോഷമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞാൽ കൂടുതൽ മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഉച്ച കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ചേട്ടാ, ഈ മുടി തലയുടെ ഭാഗമാണോ തൊപ്പിയുടെ ഭാഗമാണോ? തലയുടെ ഭാഗമാണ്. വാഴമുട്ടത്തെ വീട്ടമ്മമാരിൽ നല്ലൊരു പങ്ക് ആളുകളും കളിപ്രേമികൾ തന്നെയാണ്, ഫുട്ബോൾ കളിയുടെ ആരാധകരാണ്. രജി, ആര് ജയിക്കും? യുവരശ്മിയാണ് ജയിക്കുന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പുതുപ്പറമ്പ് യുവതാരയുടെ കൂടാണ് ഇപ്പോഴും. വേട്ടക്കുളം മേലായിൽ കളി തുടരും, കളി ആവേശവും തുടരും. സികെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.